കറുപ്പുമുളപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. കേരളത്തിലെ ഇലക്ഷന് പുറമെ മറ്റ് 4 സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞു. 29-ാം തീയതി വെസ്റ്റ് ബംഗാളിലെ അവസാനത്തെ മണ്ഡലത്തിലെ ഇലക്ഷൻ കഴിഞ്ഞതോടെ പിന്നെ പൊട്ടിപ്പുറപ്പെട്ടത് ഒരു എക്സിറ്റ് പോൾ വിപ്ലവമാണ്. അതൊരു പ്രവാഹമായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ പ്രവാഹത്തിൽ ഒലിച്ച പല കണക്കൂട്ടലുകളും ഉണ്ടായിരുന്നു. വെസ്റ്റ് ബംഗാൾ ആദ്യമായിട്ട് മമതയുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് ഈ വെസ്റ്റ് ബംഗാളിലെ ഇലക്ഷൻ്റെ എക്സിറ്റ് പോളാണ്. അതേപോലെ ആസാമിൽ BJP തൂത്തുവാരുമെന്ന് നേരത്തെ തന്നെ പ്രീപോൾ സർവീസ് പറയുന്നുണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാനില്ല. തമിഴ്നാട്ടിൽ എന്താവും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വലിയ തീരുമാനമൊന്നും ആയിട്ടില്ല. ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ടാണ്. കേരളത്തിലെ UDF അധികാരത്തിൽ വരും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാലും അവിടെ കാരണവർ പന്തലിടുന്നുണ്ട്. അപ്പോൾ കാരണവരെ പറ്റി നല്ലോണം അറിയാത്തവർ പറയുന്നത് കാരണവരുടെ 16 അടിയന്തരത്തിനാണ് പന്തലിടുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. VD സതീശൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, സതീശ പണി വരുന്നുണ്ട് എന്നാണ്. അതായത് ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാനും മടിക്കത്തില്ല. നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കടുക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. അപ്പോൾ അധികാരമില്ലാതെ ഒരു ദിവസം പോലും പിണറായിക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല. മരിക്കുന്നത് വരെ ഈ കസേരയിൽ ഇരുന്ന് ജീവിച്ചില്ലെങ്കിൽ പൂജപ്പുര ജയിലിൽ കിടന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് നല്ലോണം അറിയാം. അധികാരമില്ലാത്ത പിണറായി വെറും പിണമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, വോട്ടൊക്കെ പെട്ടിയിലായതിനു ശേഷം പിന്നെ പുള്ളിക്കാരൻ മിണ്ടിയിട്ടുമില്ല, പൊതുരംഗത്ത് വന്നിട്ടുമില്ല. ആകെ പറയുന്നത് ചെന്നൈയിൽ എവിടെയോ പോയി കണ്ണൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് വന്ന് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറയുന്നത്. ചിലർ പറയുന്നത് തിമിരമാണെന്ന് പറയുന്നത്. തിമിരത്തിൻ്റെ അസുഖം പുള്ളിക്കാരന് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ കണിയാർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് റിസൾട്ട് വരും, UDF ജയിക്കും, പിണറായി ഭരിക്കും എന്നാണ്. UDF ജയിച്ചാൽ എങ്ങനെ പിണറായി ഭരിക്കും എന്നുള്ളിടത്ത് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പറയുന്ന ഒരു സീറ്റ് നിലവാരം 75-61 75-61. BJPക്ക് 4 സീറ്റുകൾ കിട്ടാനുള്ള എല്ലാ സാധ്യതയും. ഇപ്പൊ ഈ 75 എന്ന് പറയുന്ന ഒരു ഫിഗറിനകത്ത് ഒരു വലിയ പ്രശ്നം വരുന്നത്, ഒരു 5 സീറ്റ് 75-ൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ അത് 70 മാറും. 70 കൊണ്ട് ഭരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 5 സീറ്റുകൾ എവിടുന്ന് പോകുന്നു എന്നുള്ളത് വേണം നമ്മൾ നോക്കാൻ. അപ്പോ ഒരു രാഷ്ട്രീയ കുതിര കച്ചവടത്തിന്റെ ഗന്ധം കേരള രാഷ്ട്രീയത്തിലെ ഒട്ടാകെ അലയടിക്കുന്നു. CPM-നെ പറ്റി പറയുമ്പോഴത്തേക്ക് ആരും അവർക്ക് 60 സീറ്റിൽ കുറച്ച് LDF-ന് പറയുന്നില്ല. ഇപ്പൊ 60 സീറ്റ് അവരുടെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന 53 സീറ്റുകളുണ്ട്. അതായത് CPM ഇതുവരെ പരാജയപ്പെടാത്ത 50ഓളം സീറ്റുകളുണ്ട്. അത് അവരുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് സീറ്റുകളെന്നാണ് പറയുന്നത്. അപ്പോൾ 50ഓളം സീറ്റുകളിൽ അവർക്ക് എന്തായാലും ജയം ഉറപ്പാണ്. പിന്നെ ഒരു 10 സീറ്റുകളിൽ ഒരു ത്രികോണ മത്സരം ഘടിപ്പിക്കുമ്പോഴത്തേക്ക് BJP-ക്കാർക്ക് പണ്ടേ ഒരു അസുഖമുണ്ട്. 5000 കിട്ടിയാലും 2000 കിട്ടിയാലും ഞങ്ങൾ എല്ലായിടത്തും മത്സരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചാടിക്കറി നിൽക്കും. എന്നിട്ട് അൻവറിനെ പോലെയുള്ള ഊച്ചാളികളെ ജയിപ്പിച്ച് വിടുകയും ചെയ്യും. അപ്പോൾ കേരളത്തിലൊരു 35 മണ്ഡലങ്ങളിൽ CPM ജയിക്കുന്നത് തന്നെ BJP വോട്ട് മറിക്കുന്നതുകൊണ്ട് മാത്രമാണ്. BJPയുടെ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് നിലമ്പൂർ തന്നെ കഴിഞ്ഞ തവണ അൻവർ ജയിച്ചത് 2500 വോട്ടിനോടാണ് ആദ്യം ജയിക്കുന്നത്. അവിടെ BJP പിടിച്ചത് 5000 ചില്ലുവാന വോട്ടാണ്. അതായത് BJP മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അൻവർ ജയിക്കുന്ന കാര്യം ഒരു തീർപ്പില്ല. അപ്പോൾ ഈ ജയിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഒരു 10-35ഓളം സീറ്റുകൾ BJPക്ക്. അവിടെ BJP ഇന്ന് വരെ 10,000-ൽ കൂടുതൽ വോട്ട് വാങ്ങാത്ത 35ഓളം മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം BJP ജയിക്കുന്നത്
അവരറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ CPM-നെ ജയിപ്പിക്കാനാണ്. അപ്പോൾ ഇത്തവണയും സംഭവിക്കുന്നത് ഒരു 10-15ഓളം സീറ്റുകൾ BJP ജയിക്കുന്നത് കൊണ്ട് മാത്രം അവരുടെ വോട്ട് മാക്സിമം പോൾ ചെയ്യിക്കുന്നത് കൊണ്ട് മാത്രം തോൽക്കുന്ന CPM ജയിക്കുന്ന ഒരു 10ഓളം മണ്ഡലമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് 60 മണ്ഡലങ്ങളിൽ LDF തീർച്ചയായിട്ടും വരുമെന്ന് എല്ലാ പോൾ സർവേയും പറയുന്നുണ്ട്. പിന്നെ കുറവ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടതുപക്ഷത്തോട്ട് ഒന്ന് മാറി ഇടതുപക്ഷത്ത് നിന്ന് വലതുപക്ഷത്തോട്ടൊന്ന് നമ്മൾ നോക്കിയാൽ കാണുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം അവർ ക്ഷമയോടെ LDF-ൽ നിന്ന് വിട്ട് LDF-ന്റെ പല പ്രലോഭനങ്ങളും വന്നിട്ടും LDF-ൽ നിന്ന് വിട്ടിട്ട് അവർ UDF-ന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. എന്നാലും ഇന്നലെ കുഞ്ഞാലക്കുട്ടി പറഞ്ഞത് നമ്മൾ മറക്കണ്ട. UDF-ൽ മുഖ്യമന്ത്രി തർക്കം UDF-ന്റെ എന്താ പറയുന്നത് അവരുടെ പ്രതിച്ഛായയെ ബാധിച്ചു എന്നാണ് പറയുന്നത്. ഈ പ്രതിച്ഛായ പറഞ്ഞിട്ടാണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പലരും മുന്നണി മാറിയിട്ടുണ്ടെന്നുള്ളത് ചരിത്രമാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലെങ്കിൽ കൂടിയും തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ടാമത്തെ അനിയനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ PJ ജോസഫിനെയാണ് കാണുന്നത്. PJ ജോസഫ് ഒരു ദിവസം പിന്നെ നമ്മുടെ മരിച്ചുപോയ കോടിയേരി സഖാവുമായിട്ട് ചർച്ച ചെയ്ത് ഊണൊക്കെ കഴിച്ച് മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ഏമ്പക്കം വിട്ടിട്ട് നേരെ UDF-ലോട്ട് പോയ മഹാനാണ്. അപ്പോൾ PJ ജോസഫ് എങ്ങോട്ട് പോകുമെന്നുള്ള കാര്യം ആർക്കും അറിയാൻ പറ്റും. കേരള കോൺഗ്രസ് പാരമ്പര്യമായിട്ടൊരു കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങോട്ട് മാറിക്കഴിഞ്ഞാലും പറയും കേരള കോൺഗ്രസ് ലേനം എന്ന് പറയും. അപ്പൊ ലേനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏതാണ്ട് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ കേരള കോൺഗ്രസുകൾ ഒരുമിച്ച് നിൽക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഏതാണ്ട് ഇടതുപക്ഷത്തോട്ട് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി കെട്ടുന്ന പുരയിൽ പിണറായി സത്യപ്രതിജ്ഞ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ഇവിടെ ഒരു 5 സീറ്റുകളെങ്കിലും കിട്ടി, PJ ജോസഫിന് 5 സീറ്റുകളെങ്കിലും കിട്ടുകയാണെങ്കിൽ, നല്ല ഒരു പ്രലോഭനം വരികയാണെങ്കിൽ പിണറായിയുടെ കൂടെ പോകാൻ PJ ജോസഫ് മടിക്കില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെങ്കിൽ ഒരിക്കലും പിണറായി PJ ജോസഫിനെയോ PJ ജോസഫ് പിണറായിയോ എതിർത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. വീണ്ടും ഒരു കാര്യം വരുമ്പോൾ അപ്പോൾ 65 പേരെ വെച്ചിട്ട് എങ്ങനെ ഭരിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ CPM-നെ സഹായിച്ച് ആണല്ലോ ഇത്രയും കാലം BJP നിൽക്കുന്നത്. 5 അംഗങ്ങൾ കിട്ടുന്ന BJP ചിലപ്പോൾ CPM-നെ സഹായിച്ചെന്നും വരും. അപ്പൊ അതിനകത്ത് അവരെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം കഴിഞ്ഞ പല വർഷങ്ങളും സ്വന്തമായിട്ട് CPM-ന് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ട് പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചത് കോൺഗ്രസ് സൈലന്റ് ആയതുകൊണ്ട്. അപ്പൊ കോൺഗ്രസിന് ഇത്രയും കാലം സൈലന്റ് ആവാമെങ്കിൽ ഞങ്ങൾക്കൊരു 4-5 മാസം സൈലന്റ് ആവാമെന്ന് BJP തീരുമാനിച്ചു കഴിഞ്ഞാൽ സതീശൻ ജയിക്കും, സീറ്റ് കിട്ടും, പക്ഷെ സത്യപ്രതിജ്ഞ ചെയ്യും. മാത്രമല്ല UDF-ഉമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറിയ ഘടകകക്ഷികളും അവർക്കൊക്കെ എത്ര സീറ്റ് കിട്ടുമെന്നൊന്നും വലിയ തിട്ടമില്ലാത്ത സീറ്റുകളിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു രാഷ്ട്രീയ രംഗത്ത്, അതായത് ഒരു മുന്നണിക്കും സ്വന്തമായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു മെജോറിറ്റി കിട്ടാത്ത സ്ഥിതിക്ക്, ഇത് നമ്മൾ തുടങ്ങിയത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തുടങ്ങിയതാണ്. സ്വന്തമായിട്ട് മെജോറിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് പല കളികളും അവിടെ നടന്നത്. ഇത്തവണയും ക്ലിയർ, അതായത് 100-ൽ കൂടുതൽ, സതീശൻ പറയുന്ന 100-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് സതീശൻ ഭരിക്കില്ല എന്നാണ്. കാര്യം അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട കളിക്കും CPM തയ്യാറാവുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് മനപ്പായസമൊക്കെ ഉണ്ണുന്നത് പതുക്കെ മതി. മുഖ്യമന്ത്രി തർക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മന്ത്രിമാരാരൊക്കെയെന്ന് തീരുമാനിക്കുന്ന ഒരു തർക്കത്തിലാണ് LDF നിൽക്കുന്നത്. മുഖ്യമന്ത്രിയെ പറ്റി ഇവിടെ തർക്കമൊന്നുമില്ല. മന്ത്രിമാരാർക്കൊക്കെ വേണം, PJ ജോസഫ് വരികയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ കൊടുക്കണം, ഇത്തരം കാര്യങ്ങളായിരിക്കും അവരിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടുകണിയാനും പറയാറുണ്ട്. നന്ദി, നമസ്കാരം.